തന്നെ വികാസ് വനിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പുക പരിശോധന കേന്ദ്രം ആരംഭിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ KSRTC പുക പരിശോധന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ്. നമ്മൾ തന്നെ 5000 വണ്ടി പുക പരിശോധിക്കാൻ 6 മാസത്തിലൊരിക്കൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്മൾ വല്ലവർക്കും കൊടുക്കുന്നുണ്ട്. അതിന് കൊടുക്കുന്നില്ല, ഇനി അകത്ത് കിടക്കട്ടെ. നമ്മൾ പുറത്തുള്ള വണ്ടികളും പുക പരിശോധിച്ചു കൊടുക്കും. പുറത്തുള്ള വണ്ടിയും പുക പരിശോധിച്ചു കൊടുക്കും. നമ്മൾ പുക പരിശോധന വാഹനങ്ങളുടെ മൊത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ എടുത്തതുപോലെ സാമർഥ്യത്തോടെ നമ്മൾ പെട്രോൾ പമ്പ് തുടങ്ങി നമ്മൾ സാമർഥ്യത്തോടെ ഇനി ഈ പുക പരിശോധന കേന്ദ്രം നമ്മൾ പുക പരിശോധന കേന്ദ്രം എടുത്താണ് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ പുക കറക്റ്റായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും. അത് നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കും. അതുകൊണ്ടാണ്, അല്ലാതെ 2 ലാഭങ്ങളാണ്. ഒന്ന്, വണ്ടി പരിശോധിക്കാൻ പുറത്ത് കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണ്ട, അത് ലാഭം. നമ്മൾ കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ വണ്ടിയുടെ ഡീസൽ മൈലേജ് കൂടും, അത് നമുക്ക് ലാഭം. വലിയ ലാഭം, ഇതിനേക്കാളും വലിയ ലാഭം. മറ്റേ ചെറിയ ലാഭമല്ല, ഇത് വലിയ ലാഭം. ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങളെ 24 മണിക്കൂറും ഒരു AI പ്രവർത്തിക്കുന്ന പോലെ ഇങ്ങനെ പ്രവർത്തിച്ച് ഇത്തരം ആശയങ്ങൾ ഉണ്ടാക്കി ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്കാണ് ശ്രമിക്കുന്നത്.